മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റില്ല. അടിപൊളി ഒരു സോയ ചങ്ക്സ് ഫ്രൈ ആട്ടോ ഇന്ന് കാണിക്കുന്നത്. പല ടൈപ്പിലും അവർക്ക് തയ്യാറാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴായിട്ട് അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയ ടൈപ്പ് സോയ ചങ്ക്സ് ആണ് എടുക്കാറ്. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഈ കഴുകി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതലാവരുത്, നന്നായിട്ടൊന്ന് ഓവർ കുക്ക് ആവരുത് കേട്ടോ. 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ വെള്ളം മൊത്തം ഊറ്റി മാറ്റി വെക്കാം. ഇതൊന്ന് സോഫ്റ്റായി കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞാൽ നമുക്കിത് പിഴിയുന്ന സമയത്ത് ഉടഞ്ഞു പോകും കേട്ടോ. എന്നിട്ടിത് തണുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അതിൽ വെള്ളം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. എല്ലാം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി കേട്ടോ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് അധികം എരിവ് ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു ഇതിൽ തന്നെ നനവ് ഉണ്ടാവും ചങ്ക്സിൽ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ആ പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലാട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൈ ഉണ്ടല്ലോ, എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആകുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയും വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സോയ ചങ്ക്സ് ഓൾറെഡി കുക്ക് ആയതാണല്ലോ, അപ്പോൾ ഒരുപാട് സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ അത് ഹാർഡായി പോകും കേട്ടോ. ഹാർഡാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കതിന് എടുത്ത് മാറ്റാം. ഇനി സെയിം പാനിൽ തന്നെ 1 ടീസ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാട്ടോ ചേർക്കുന്നത്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടം കേട്ടോ. ഒരു ചെറിയൊരു മധുരവും എരിവൊക്കെ ആയിക്കൊണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, ചെറിയൊരു സവാളയായിട്ട് ഞാൻ എടുത്തിട്ട്, വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നും മുഴുവനൊന്നും വേണ്ട. ഇങ്ങനെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ നൈസായിട്ട് ചെറുതായിട്ട് വേണം കേട്ടോ അരിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടുകയും വേണം കേട്ടോ. ഈ രീതിയിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവുകയും ചെയ്യും കേട്ടോ ഈ രീതിയിൽ തയ്യാറാക്കി എടുത്താൽ. സോയ ഫ്രൈ ഇഷ്ടമില്ലാത്തവർ വരെ കഴിച്ചു പോകട്ടോ. ഇങ്ങനെ തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്